ഹായ് എവരിവൺ, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഡിസംബർ 14, 2025. ഞാൻ എന്താ ഇപ്പോൾ ഡേറ്റ് പറയുന്നതെന്ന് ആലോചിക്കുന്നുണ്ടോ? ഈ ഡേറ്റിന് ഇവിടെ എറവാനിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, അത് പറയാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് കുറച്ച് നേരം ചർച്ചിൽ പോയിട്ട് വരാം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് എനിക്ക് ഓഫാണ്. സോ കുറച്ച് നേരം ഈശോയോട് സീക്രട്സൊക്കെ ഷെയർ ചെയ്യാമെന്നേ. ഇവിടെ ഇങ്ങനെയാണ്, സൺഡേ നോർമലി 11:30 to 2:30 ഒക്കെയാണ് പ്രെയർ ടൈം. പക്ഷേ എപ്പോഴും പള്ളിയിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാർ എന്നെപ്പോലെ ഈശോയോട് സംസാരിക്കാനായിട്ട് വരാറുണ്ട്. സോ കുറച്ച് നേരം ഞാൻ ഈശോയോട് സംസാരിച്ചിരുന്നു. പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി ഞാൻ റിപ്പബ്ലിക് സ്ക്വയറിലോട്ട് നടക്കുവാണ്. നമ്മുടെ ഇന്ത്യയുടെ ക്യാപിറ്റലായ ഡൽഹിയിൽ ആണ് ഗവൺമെൻറ് ഹോം സിറ്റുവേറ്റ് ചെയ്യുന്നത്. അതായത് നമ്മുടെ മിനിസ്റ്റേഴ്സൊക്കെ അവിടെയാണല്ലോ. സെയിം ലൈക്ക് അർമേനിയൻ്റെ ക്യാപിറ്റലായ എറവാനിൽ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്ന ഒരു പ്ലേസ് ഉണ്ട്. അവിടെയാണ് അവരുടെ ഗവൺമെൻറ് ഹോം. സോ ഈ റിപ്പബ്ലിക് സ്ക്വയർ എന്ന് പറയുന്നത് രണ്ട് വലിയ ബിൽഡിംഗ് ആണ്. ആക്ച്വലി ആ ബിൽഡിങ്സിനാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഉള്ളത്. ബിക്കോസ് അതിന് കുറേ അധികം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പിന്നീട് ഒരിക്കൽ ഷെയർ ചെയ്യാം. 1926 സ്റ്റാർട്ട് ചെയ്ത ഇതിൻ്റെ പണി തീർന്നത് 1977 സോ അത്രയും അധികം ദീർഘമായി പണി കഴിപ്പിച്ച രണ്ട് ബിൽഡിങ്സാണ് ഈ റിപ്പബ്ലിക് സ്ക്വയറിലുള്ളത്. സോ ഇന്ന് അവിടെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ഈവ് സെലിബ്രേഷൻ്റെ ലൈറ്റ് ഓൺ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. നിങ്ങൾ ആ ഫോട്ടോസ് കണ്ടായിരുന്നോ? ഈ ഇമേജസ് കണ്ടപ്പോൾ എനിക്കെന്തോ നമ്മുടെ SFI, RSS, വിപ്ലവം ഇതൊക്കെ ഓർമ്മ വന്നായിരുന്നു. നിങ്ങൾക്ക് എന്താ ഓർമ്മ വന്നത്? സോ ഞങ്ങൾ വീണ്ടും നടന്ന് ഈ റിപ്പബ്ലിക് സ്ക്വയറിലെത്തി കേട്ടോ. എന്തോ ഒരു ആൾക്കാരാന്ന് നോക്കി. സാധാരണ ഞാൻ എന്നും ഈ വഴിയാണ് ജോബിന് പോയിട്ട് നടന്നു വരിക. പക്ഷേ അപ്പോഴൊന്നും റോഡിൽ ഒരു മനുഷ്യനെയും കാണാറില്ല. പക്ഷെ ഇപ്പം എന്ത് തിരക്കാന്നറിയോ? പ്രോഗ്രാം തുടങ്ങി കേട്ടോ. സോ നമുക്ക് ഒന്നിച്ച് കാണാമല്ലോ. İkinci feste dramaturgiune. Սերնուբարությունը չեն պահանջում ոչ ուժ, ոչ հարստություն, պահանջում են միայն սիրտ։ Եվ եթե մեզնից յուրաքանչյուրն այսօր գոնե մի փաթիլ սեր ուղարկի, հավատացեք, այն անպայման կվերադառնա որպես երջանկություն։
രസമായിരുന്നു അല്ലേ? ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. സത്യത്തിൽ ഞാൻ അങ്ങനെ ഉത്സവ പറമ്പുകളിലൊന്നും പോയിട്ടില്ല. ബിക്കോസ് സാധാരണ പെൺകുട്ടികളെ കൊണ്ടുപോകാറ് ചേട്ടന്മാരാണല്ലോ. പക്ഷേ എനിക്ക് ചേട്ടനില്ലാത്തത് കൊണ്ട് അതെനിക്ക് കിട്ടിയിട്ടില്ല. ബട്ട് ഞാനിന്ന് ഒത്തിരി എൻജോയ് ചെയ്തു കേട്ടോ. ഇത്രയും പടക്കങ്ങൾ ഒന്നിച്ചു പൊട്ടുന്ന സൗണ്ടും ആ ഒരു ഭംഗിയൊക്കെ ഞാനിന്ന് നേരിട്ട് കണ്ടു. പിന്നെ അവിടെ ക്രിസ്മസ് മാർക്കറ്റ് ഓപ്പൺ ആയിരുന്നു. പക്ഷേ ഭയങ്കര തിരക്ക് കാരണം ജസ്റ്റ് ഞങ്ങൾ കയറി പെട്ടെന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ ഷോപ്പുകളിലും റോഡിലുമൊക്കെ ഇഷ്ടംപോലെ ലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് തണുപ്പും ആസ്വദിച്ച് പതുക്കെ നടന്ന് വീട്ടിലെത്തി. സോ എല്ലാവർക്കും നല്ല ദിവസങ്ങളാവട്ടെ. സന്തോഷത്തോടെ ഇരിക്കൂ. ബൈ ബൈ.